എരിശ്ശേരി വെക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ചേന എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ചേന ഫ്രോസൺ ചേനയാണ് എടുത്തേക്കുന്നത്. അത് ഫ്രഷ് ആയിട്ടുള്ള ചേന ഇടുക, അങ്ങനത്തെ ചേന എടുക്കുക. ആ ചേന നമ്മൾ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ചേന പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചോപ്പിംഗ് ബോർഡും വെച്ചിട്ട് ചേന നമ്മൾ കട്ട് ചെയ്യരുത്. ആ നമ്മൾ ചേന നമ്മൾ കൊത്തി അരിഞ്ഞിടണം. അങ്ങനെ നമ്മൾ ചേന നമ്മൾ കൊത്തി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേന നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏത്തക്കായ. അത് ചേനയുടെ പകുതി എടുത്താൽ മതി ഏത്തക്കായ. ഏത്തക്കായും ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചേനയും ഏത്തക്കായും കൂടിയിട്ട് നമ്മൾ വേവിച്ചെടുക്കും. ഈ ചേനയും ഏത്തക്കായും കൂടിയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, അത് രണ്ടും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഈ 3 മസാലപ്പൊടികളിൽ നിന്നും പകുതി മാത്രം ഈ ചേനയും ഏത്തക്കായും കൂടിയിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചേർത്താൽ മതി. ബാക്കിയുള്ള മസാലപ്പൊടികൾ ഈ എരിശ്ശേരിയിലേക്ക് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ തേങ്ങ നമ്മൾ വറുത്ത് ചേർക്കും. അങ്ങനെ നമ്മൾ ആ തേങ്ങ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഈ ബാക്കിയുള്ള മസാലപ്പൊടികൾ ആ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാം. പിന്നെ എരിശ്ശേരിയിലേക്ക് തേങ്ങ നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ചേർക്കാം. തേങ്ങ നമ്മൾ അരച്ചും ചേർക്കും, തേങ്ങ നമ്മൾ വറുത്തും ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങയിൽ നിന്ന് കുറച്ച് കൂടുതൽ തേങ്ങ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അതിനകത്ത് നിന്ന് കുറച്ച് കുറവെടുത്താൽ മതി തേങ്ങ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ ഈ തേങ്ങ നമ്മൾ അരച്ചെടുക്കണം. പിന്നെ തേങ്ങ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം നമുക്ക് തേങ്ങ നമുക്ക് അരച്ചെടുക്കാനും വേണം, തേങ്ങ നമുക്ക് വറുത്തെടുക്കാനും വേണം. തേങ്ങ വറുത്തെടുക്കാനും ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേപ്പിൻ്റെ ഇല, ഉണക്കമുളക്, പിന്നെ ഞാനിവിടെ 2 ചോള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ എരിശ്ശേരിയാക്കാന്ന്. ഇനി നമുക്ക് എരിശ്ശേരിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ചേനയും ഏത്തക്കായും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ഏത്തക്കായ ചേർക്കാം. ചേന ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി മുഴുവൻ ചേർക്കണ്ട, മഞ്ഞൾപ്പൊടി നമുക്ക് പകുതി ഇപ്പം ചേർക്കാം. മുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചേർക്കണം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചേനയും കായയും കൂടിയിട്ട് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഈ എരിശ്ശേരി അങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കരുത്, ചെറുതായിട്ടൊന്ന് കുറുകിയ പോലെ ഇരിക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് ചേനയും കായയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കണം. ഈ ചേനയും കായയും വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തീ ഓണാക്കാം. ഈ മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമുക്ക് മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചേനയും കായയും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ചേനയും കായും വെന്തിട്ട് നന്നായിട്ട് ഉടയണം. അപ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി നമുക്ക് മൂടി വയ്ക്കാം. ഈ കഷ്ണങ്ങളൊക്കെ വേവുമ്പോഴേക്കും തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ വറുത്തെടുക്കാനും തേങ്ങ അരച്ചെടുക്കാനും കൂടിയിട്ട് ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന തേങ്ങ ചെറിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. വലിയ തേങ്ങയാണെങ്കിൽ നമുക്ക് ആ തേങ്ങ മുഴുവനും വേണ്ട, ആ തേങ്ങയുടെ 3/4 ഭാഗം മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ നമുക്ക് ഈ ജാറിലേക്ക് ഇടാം. തേങ്ങയും ജീരകം ഇടുക. ജീരകം ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മുടെ ചേനയും കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ആ ചേന വേവുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പ് ചേർക്കരുത്. അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചേന ശരിക്കും നമുക്ക് വെന്ത് കിട്ടില്ല. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചേനയും കായൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം ചേനയും കായൊക്കെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ചേനയും കായും വെന്ത് വന്നപ്പോൾ അധികം ഡ്രൈ ആയിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ നമ്മൾ ചേനയും കായും നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി പോയി. ഇതിനകത്ത് ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കും. ആ തേങ്ങ നമ്മൾ അരച്ചത് ചേർക്കുമ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം പോലെ കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം തേങ്ങ ചേർക്കാം. തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് ഇങ്ങനെ ലൂസായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് നമ്മൾ ആ തേങ്ങ നമ്മൾ വറുത്തത് ചേർക്കുമ്പോൾ ആ തേങ്ങ വറുത്തതും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തള വരുന്നുണ്ട്. ആ തേങ്ങയ്ക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ തേങ്ങ നമുക്ക് വറുത്ത് ചേർക്കണം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് പതുക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാൻ വേണ്ടിയിട്ട്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മൾ ജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീരകം ഇട്ട വഴിക്കന്നെ കരിഞ്ഞു പോകും. അപ്പോൾ തീ നമുക്ക് പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം. ജീരകം വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ 2 പീസായിട്ട് ഇങ്ങനെ ചേർക്കാം. നമ്മുടെ ഉണക്കമുളകും ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഈ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ കിടന്ന് പതുക്കെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് തേങ്ങ വറുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മാത്രമേ ആ തേങ്ങ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ആ തേങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. നമ്മുടെ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് ഏട്ടായും തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കൊത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. നമ്മൾ മസാലപ്പൊടികളൊക്കെ തേങ്ങയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ തേങ്ങ നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ തേങ്ങ നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ എരിശ്ശേരിയിലേക്ക് നമ്മൾ തേങ്ങ നമ്മൾ ചേർക്കുമ്പോൾ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറവും തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് കൂടുതലും ചേർക്കണം. അങ്ങനെ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും.